കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും മാണിയോട് ഉടക്കിപ്പിരിഞ്ഞ് പുറത്തുപോയി സ്വന്തം പാർട്ടി ഉണ്ടാക്കിയ ആളാണ് പി.സി. ജോർജ്. ഇടത് വലത് മുന്നണികളുടെ സഹായമില്ലാതെ സ്വതന്ത്രനായി മത്സരിച്ച് പൂഞ്ഞാറിൽ വിജയിച്ചു. സ്വന്തം പാർട്ടിയായ ജനപക്ഷത്തെ ഏതെങ്കിലും ഒരു കരയ്ക്ക് അടുപ്പിക്കാൻ വേണ്ടി ഒരുപാട് നാളായി പി.സി. ജോർജ് പെടാപ്പാടുപെടുകയാണ്. LDFും UDFും പി.സിയെ അടുപ്പിച്ചില്ല. BJPയിലേക്ക് ചേരാനുള്ള ഒരു ശ്രമവും പി.സി. ജോർജ് നടത്തി. എല്ലാത്തിനും ഒടുവിൽ കോൺഗ്രസിനോട് തന്നെ അടുക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ശബരിമല വിഷയം ഉയർന്നതോടെ ഇടത് വലത് മുന്നണികളിൽ ഇടം കിട്ടാതെ പോയ പി.സി. ജോർജ് BJP പക്ഷത്തേക്ക് ചാഞ്ഞു. വിശ്വാസികൾക്കൊപ്പം എന്ന് പ്രഖ്യാപിച്ച പി.സി. ജോർജ് സംഘപരിവാർ പരിപാടികൾക്കെല്ലാം കൂടെ കൂടി. താനും പാർട്ടിയും BJPക്കൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് പി.സി. പ്രഖ്യാപിച്ചു. ഇതോടെ ജനപക്ഷം ഔദ്യോഗികമായി NDAക്കൊപ്പം ചേരുമെന്നും സൂചനകളുണ്ടായി. ശബരിമല വിഷയത്തിൽ BJP MLA രാജഗോപാലിനൊപ്പം സഭയിൽ കറുപ്പുടുത്തു വന്ന് പ്രതിഷേധവും നടത്തി പി.സി. ജോർജ്. നിയമസഭയിൽ രാജഗോപാലിനൊപ്പം ഒറ്റ ബ്ലോക്കായി ഇരിക്കുമെന്നും പ്രഖ്യാപിച്ചു. പി.സിയുടെ മണ്ഡലമായ പൂഞ്ഞാർ ഉൾപ്പെടുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം പിടിക്കാൻ BJP ആലോചനയുണ്ടായിരുന്നു. പത്തനംതിട്ടയിൽ ഷോൺ ജോർജ് മത്സരിച്ചേക്കും എന്നായിരുന്നു അഭ്യൂഹങ്ങൾ. എന്നാൽ രാജസ്ഥാനിലും മധ്യപ്രദേശിലും അടക്കം 5 സംസ്ഥാനങ്ങളിലും BJP തോറ്റതോടെ പി.സി. ജോർജ് നിലപാട് മാറ്റി. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPയുമായി സഖ്യമുണ്ടാകില്ലെന്ന് പി.സി. ജോർജ് വ്യക്തമാക്കി. BJPക്ക് മതേതര മുഖമില്ലെന്നും അത്തരമൊരു പാർട്ടിയുമായി ജനപക്ഷം സഹകരിക്കില്ലെന്നും പി.സി. ജോർജ് വ്യക്തമാക്കി. പിന്നാലെ UDFിലേക്ക് മടങ്ങാനുമുള്ള ശ്രമം തുടങ്ങി. സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ശ്രമം പി.സി. ജോർജ് നടത്തി. എന്നാൽ പി.സി. ജോർജിനെ കാണാൻ സോണിയാഗാന്ധി തയ്യാറായില്ല. ദില്ലിയിലെ സോണിയാഗാന്ധിയുടെ വസതിയിൽ കാത്തുനിന്ന പി.സി. ജോർജിന് നിരാശനായി മടങ്ങേണ്ടി വന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് പി.സി. ജോർജിന്റെ മടങ്ങിവരവിനോട് താല്പര്യമില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പി.സി. ജോർജും ജനപക്ഷവും UDFിലേക്ക് മടങ്ങിപ്പോകുമെന്നാണ് റിപ്പോർട്ട്. സ്വതന്ത്ര പാർട്ടിയായ ജനപക്ഷത്തെ രാഷ്ട്രീയ പാർട്ടിയായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലാണ്. UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് പ്രത്യേക സമിതിയെ നിയോഗിച്ചതായും പി.സി. ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.